ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രകാശൻ ദീപനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോകാണ്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കൈ പിടിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോണത്. അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് നേരം കരണ്ട് തൊഴുന്നുണ്ട് പ്രകാശൻ. ദീപ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോഴേക്കും പ്രകാശേട്ടൻ ഭഗവതിയുടെ മുമ്പിൽ ഇത് കരയുമായിരുന്നല്ലോ. അതേ ദീപേ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഇപ്പൊ ഒരുപാട് വിഷമവും തോന്നുന്നുണ്ടെന്ന് പറയാണ്. എന്താ പ്രകാശേട്ടാ ഇപ്പൊ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ, അല്ല ദീപേ, നമ്മുടെ മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്കാകെ പേടിയാവുന്നു. കാർത്തിക മോള്, കല്യാണി മോള് കിരൺ മോന്, ഇവരുടെ കാര്യത്തിട്ട് ആകെ ടെൻഷൻ. ആ ഗംഗപ്രസാദിന് ഏറ്റവും കൂടുതൽ ദേഷ്യം ഇവരുടെ 3 പേരോടാണല്ലോ. അവൻ ജയിലിൽ ഇറങ്ങിന്ന് അവൻ ഹോസ്പിറ്റലിൽ പുറത്ത് ചാടിയെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ എല്ലാ സമാധാനവും പോയി. എല്ലാവരും സന്തോഷത്തോടെ കുടുംബമായിട്ടാണ് ജീവിക്കണത്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. എന്റെ കാർത്തിക മോളുടെ മാത്രം കല്യാണം കഴിഞ്ഞിട്ടില്ല. അവളുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുകളിലേക്ക് വിളിച്ചാലും ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയായല്ലോ ദീപെ എന്ന് പറയുമ്പോൾ ദീപ പറയണ്ട, എന്റെ പ്രകാശേട്ടൻ വിഷമിക്കണ്ട. അങ്ങനെ പെട്ടെന്നൊന്നും പ്രകാശേട്ടൻ അങ്ങനെ ആരും മോളിലേക്ക് വിളിക്കില്ല. പ്രകാശേട്ടനെ സ്നേഹിക്കാനായിട്ട് ഇപ്പൊ ഒത്തിരി പേരുണ്ട് എന്ന് ദീപ പറയുമ്പോ പ്രകാശൻ പറയണ്ട്, അറിയാൻ ദീപെ, നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും മാറി മാറി എന്നെ സ്നേഹിക്കുകയാണ്. ഈ സ്നേഹം അനുഭവിക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. പക്ഷെ എനിക്കിതിന് പറ്റിയാലും നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്കിപ്പോ നല്ല ഉറപ്പുണ്ട്. പക്ഷെ എന്റെ കാർത്തിക മോള്, അവൾക്കും വേണ്ട ദീപെ ഒരു ജീവിതം, അവൾക്കും വേണ്ടേ ഒരു ഭർത്താവ്, കുടുംബം, കുഞ്ഞുങ്ങൾ എന്നൊക്കെ. സത്യം പറഞ്ഞ എന്റെ മോള് ഹൃദയം വല്ലാത്ത വേദനിക്കുന്നുണ്ടാവും. കല്യാണി മോളുടെ കുഞ്ഞ്, കാദംബരിയുടെ കുഞ്ഞ്, അവരെ കാണുമ്പോ അവൾക്കും ആഗ്രഹമൊക്കെ ഉണ്ടാകും. അതേ പ്രകാശേട്ടാ, അവൾക്ക് ആഗ്രഹക്കുറവൊന്നുമല്ല. അവൾക്ക് അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ഈ ഗംഗപ്രസാദിന്റെ ഭീഷണി ഉള്ളത് കൊണ്ടിട്ട് അവൾ ഇത്ര പ്രായമായിട്ടും വിവാഹം കഴിക്കാത്തത്. എന്തായാലും ദിലീപ് നല്ലൊരു പയ്യനാണ്. അവൻ എന്തൊക്കെ വന്നാലും അവളെ കൈവിടില്ല എന്ന് പറയുമ്പോ പ്രകാശം പറയണ്ട്, ദിലീപ് കൈവിടില്ലായിരിക്കും ദീപേ, എനിക്കും ഇപ്പൊ അവന് വിശ്വാസമുണ്ട്. കാരണം ഞാൻ അവനെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞാൽ അത് നല്ലതായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അവന്റെ ജീവന് ആപത്ത് സംഭവിക്കുമെന്ന് പോലും എനിക്ക് പേടിയുണ്ട്. ആ ഗംഗപ്രസാദ് ചിലപ്പോ ഇങ്ങനെയായിരിക്കും ചിന്തിക്കണത്, അവൻ ജീവനോടുണ്ടെങ്കിലല്ലേ ഇവളുടെ കഴുത്തി താലി കിട്ടുള്ളൂ. അതുകൊണ്ട് അവനെങ്ങാനും ഇല്ലാതാക്കിയാലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല ദീപേ. എനിക്കെന്തോ പേടിയാവാ ദീപേ. പ്രകാശിട്ട് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. അറിയാലോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒട്ടും ടെൻഷൻ ആവരുത്, ഒട്ടും വിഷമിക്കരുന്നത്. നോക്ക്, പ്രകാശന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കാർത്തിക മോൾ വിവാഹത്തിന് സമ്മതിച്ചതും. അതുപോലെ തന്നെ പ്രകാശന്റെ സന്തോഷത്തിന്റെ എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രകാശന്റെ ഇങ്ങനെ വേദനിക്കല്ലേ. എല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം പ്രകാശേട്ടാ എന്ന് പറഞ്ഞിട്ട് ദീപ പ്രകാശനെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുമ്പോ പ്രകാശൻ കുറച്ച് ചന്ദനം എടുത്തിട്ട് ദീപയുടെ നെറ്റിയിലേക്ക് ചാർത്തി കൊടുക്കുകയാണ്. ദീപ തിരിച്ചും ചാർത്തി കൊടുക്കുന്നതിന് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുവാട്ടോ. ശേഷം ബൈജു ആണെങ്കിൽ കാർത്തികയുടെ അതുപോലെ ലക്ഷ്മിയമ്മയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അവിടെ വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ടിട്ട്. അപ്പൊ ബൈജു പറയണ്ട, എന്തൊക്കെ പറഞ്ഞാലും ഗംഗപ്രസാദിനെ പേടിക്കേണ്ട എന്ന് പറയാൻ എനിക്കാവില്ല. കാരണം അവനെ ശരിക്കും പേടിക്കണം. അവന്റെ കൂട്ടാളി തന്നെയായിരിക്കും ആ മീനാക്ഷി എന്ന് പറഞ്ഞിട്ട് വന്ന ആ സ്റ്റെഫി. അവള് ശരിക്കും തരുണമ്മ എന്നാണ് അവളുടെ പേരെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെ ശരിക്കും സൂക്ഷിക്കണം. അവൻ വേറെ പലതരത്തിലും പല പേരിലും പല ആളുകളായിട്ടോ അവന്റെ സമ്പർക്കം ഉണ്ടാവും. അവരെ ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഇവൻ ജയിലിൽ കിടന്നാലും ഹോസ്പിറ്റലിൽ കിടന്നാലും മരിച്ചു പോയാലും നമുക്ക് എപ്പോഴും ഭീഷണി തന്നെയാണ് എന്ന് പറയാണ് ലക്ഷ്മിയമ്മ എടുത്തപ്പോ ലക്ഷ്മിയമ്മ പറയണ്ട, അതെ, പക്ഷെ അവൻ മരിച്ചാൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാവും. അവന്റെ കൂടെ നിൽക്കണവള് അവർ എത്ര നാൾ മരിച്ച അവന്റെ വേണ്ടി കൂടെ നിൽക്കും, കുറച്ച് നാൾ നിന്നിട്ട് അവരവരുടെ പണി നോക്കി പോകും എന്ന് പറയാണ്. അതിനു വേണ്ട അവനെ കൊല്ലാൻ വേണ്ടിയാണ് നിന്നത്. അപ്പൊ കൊല്ലാനും പറ്റിയില്ല. ഒരു ദിവസം മുമ്പാണ് അതിനെ കുറിച്ച് ആലോചിക്കണമെങ്കിൽ അവനിപ്പോ മരിച്ചു കിടന്നാനെ. അവന്റെ ശവത്തിന് മുമ്പിൽ നമുക്ക് എല്ലാവർക്കും പോയി നിൽക്കായിരുന്നു, സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കായിരുന്നു. സാധാരണ ആരും ശവത്തിന് മുമ്പിൽ നിന്നിട്ട് ചിരിക്കാറില്ലല്ലോ, പക്ഷെ അവന്റെ ശവത്തിന് മുമ്പിൽ നിന്നിട്ട് ഒരുപാട് ചിരിക്കായിരുന്നു എന്നൊക്കെ പറയാണ്. ബൈജു പറഞ്ഞത് എന്ത് പറയാനാ. എന്തായാലും ഈ കൊള്ളിതാതമ്മ കാണിക്കുന്നവന്മാരൊന്നും അധിക നാള് വാഴില്ല ലക്ഷ്മി ചേച്ചി. അതിനു മുമ്പ് അവർക്ക് എന്തിലൊക്കെ പണി കിട്ടും എന്ന് പറയാണ്. കാർത്തിക പറയണ്ട, അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ, അമ്മയുടെ ടെൻഷൻ കാണുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ആവുന്നത്. ദിലീപേട്ടനൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, ദിലീപിന്റെ വീട്ടുകാർക്ക് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ ചന്ദ്രസേനൻ എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ ചെയ്തിട്ടുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ക്യാമറ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. അവൻ പക്ഷെ വേറെ ഏതെങ്കിലും വഴിയിൽ വരുമോ മോളെ, പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഹെലികോപ്റ്റർ വരെ വരുന്ന ജാതിയാണ് അവൻ എന്ന് പറയാണ്. ലക്ഷ്മി അമ്മ എങ്ങനെ കുറിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബൈജു സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. ആകെ പേടിച്ചിരിക്കണം. അവൻ എവിടെയായിരിക്കും ഈ സമയത്ത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കണം. അതേസമയം ഗംഗപ്രസാദ് ആണെങ്കിൽ ആ ഓട്ടോറിക്ഷക്കാരൻ തല്ലി ഓട്ടോറിക്ഷയും കൊണ്ട് പോയത് നേരെ സ്റ്റെഫിനെ വിളിച്ചിട്ട് സ്റ്റെഫിയുടെ അടുത്തേക്കാട്ടോ പോയത്. സ്റ്റെഫിയുടെ വേറൊരു വാടക വീട് എടുത്തിരിക്കുകയാണ്. അവിടെയാണ് ഗംഗപ്രസാദ് പോയിരിക്കുന്നത്. സ്റ്റെഫി വേഗം തന്നെ ഗംഗപ്രസാദിന്റെ റൂമിൽ കയറ്റിട്ട് വാതിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. ഗംഗപ്രസാദ് പറയുന്നുണ്ട്, കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ഇനി ഞാൻ പുറത്തിറങ്ങിയത് എന്തിനാണ് വെച്ചാൽ അത് ചെയ്തിട്ട് വേണം എനിക്ക് പോവാനായിട്ട്. അത് പെട്ടെന്ന് സാധിക്കൂടാ, നിന്നെ അന്വേഷിച്ച് എല്ലായിടത്തും പോലീസ് ഉണ്ട്, അവരുടെ വീട്ടിൽ പോലും പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊക്കെ സ്റ്റെഫി പറയാണ്. അവരെന്തൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഈ ഗംഗപ്രസാദ് എവിടെ നുഴഞ്ഞു കയറണം നോക്കിയാലും അവിടെ നുഴഞ്ഞു കയറും
നിനക്കറിയാലോ. എനിക്ക് ഇപ്പൊ മെയിൻ ടാർഗറ്റ് കാർത്തികയും അവളെ കല്യാണം കഴിക്കാൻ പോണ പയ്യനുമാണ്. കിരണിനെ ഞാൻ കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ആദ്യം ഇവരുടെ കാര്യത്തിൽ തീരുമാനം ആവട്ടെ എന്ന് പറയുമ്പോ കാർത്തിക നമ്മുടെ സ്റ്റെഫി പറയുന്നുണ്ട്, അല്ല ഗംഗെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചട്ടെ, ഈ കാർത്തികൻ ഇല്ലാതാക്കണേക്കാളും നല്ലത് ഈ ദിലീപിനെ ഇല്ലാതാക്കണതല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ദിലീപിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ അവള് വിവാഹം കഴിക്കില്ല. അവളുടെ അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഇപ്പൊ വിവാഹത്തിന് സമ്മതിച്ചത്. ദിലീപിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിലോ മരിക്കുകയാണെങ്കിലോ അല്ല, ഗംഗ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ആ പേടി കൂടി അവളുടെ മനസ്സിലുണ്ടാവും. പിന്നെ ഒരു കാലത്ത് അവള് വിവാഹം കഴിക്കില്ല എന്ന് പറയാണ്. അപ്പോ ഗംഗപ്രസാദ് പറഞ്ഞിട്ട്, വിവാഹം കഴിക്കാത്തതിൽ മാത്രമല്ലല്ലോ സ്റ്റെഫി കാര്യം, എനിക്ക് സ്വത്തുക്കളൊക്കെ കിട്ടണ്ടേ, അതല്ലേ കാര്യം. സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടിയിട്ട് നമുക്ക് വേണ്ടിയിരിക്കും ഇവിടുന്ന് എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോകണം സ്റ്റെഫി എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ആദ്യം ആ ദിലീപിന് തന്നെ കൊടുക്കാം, അതിനുശേഷം കാർത്തികനെയും കൊടുക്കാം, പിന്നീട് സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലാവും, അത് പതിയെ ആകുമല്ലോ. വക്കീലിനൊക്കെ ഞാൻ നേരത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് സ്റ്റെഫി പറയണം. അത് ഏതായാലും നന്നായി. അവള് മരിക്കുമ്പോ തന്നെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് മുങ്ങണം എന്ന് പറയണം. പിന്നെ പുറത്തു പോയാൽ നമുക്ക് എല്ലാം ചെയ്യാലോ എന്ന് പറയുന്നുണ്ട്. അതെ, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ആദ്യം ദിലീപ്, പിന്നെ കാർത്തിക എന്ന് ഗംഗപ്രസാദ് പറയാട്ടോ. അങ്ങനെ സ്റ്റെഫിക്ക് സന്തോഷമാവാണ്. അവർക്കിട്ട് പണി കൊടുക്കണമെന്ന് ഞാനും വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. കാരണം ആ കിരണും കല്യാണി എന്റെ മുമ്പിൽ കുറെ അങ്ങോട്ട് സ്മാർട്ടായി. അവർക്കിട്ട് ഒരു പണി കൊടുത്തേ പറ്റൂ. ഈ സ്റ്റെഫിയുടെ മുമ്പിൽ ആരും സ്മാർട്ട് ആയിട്ടില്ലെന്ന് നിനക്കറിയാലോ. ഞാനാണ് ഏറ്റവും ബെസ്റ്റ്. എന്നെക്കാളും അപ്പുറം ബുദ്ധിയുള്ള ഒരു പെണ്ണിനെ ഞാൻ തന്നെ കണ്ടിട്ടില്ല. അപ്പഴാണ് അവിടേക്ക് കല്യാണി എന്ന് പറഞ്ഞ അവള് വന്നേക്കണം. അവളുടെ വിചാരം അവള് വലിയ ബുദ്ധിമതി എന്നാണ്. അവളുടെ ബുദ്ധിയൊക്കെ വെറുതെയാണെന്ന് ഈ സ്റ്റെഫി തെളിയിച്ചു കൊടുക്കാം എന്ന് പറയണം. ആ സമയത്ത് ഗംഗപ്രസാദ് പറയണ്ട്, എല്ലാ സ്റ്റെഫി, നിന്റെ പേര് തരുണമയാണെന്ന് ഏകദേശമൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിന്നെ എങ്ങനെ അന്വേഷിച്ച് എന്നെ അന്വേഷിച്ചു വന്നാലും കാര്യമൊന്നുമില്ല. നമ്മൾ സിമ്മും ഫോണും എല്ലാം മാറ്റിയില്ലേ. ഇപ്പൊ ഒരു ചെറിയ ഫോണല്ലേ യൂസ് ചെയ്യണത്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ദിലീപിനെയും കാർത്തികനെയും കൊന്നിട്ട് ഇവിടെ നിന്ന് പോണോടാ, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റെഫി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോഴേക്കും ഗംഗപ്രസാദും പറയാണ്, അതേടി, അത് തന്നെയാ ഞാനും ആലോചിക്കണത്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതേസമയം നമ്മുടെ മനോഹർ ആണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലോ. കിരണിനും കല്യാണിക്കെതിരെ അപകടം സംഭവിക്കോ? ആ ഗംഗപ്രസാദ് അലവലാതി, അവൻ ഈ ജയിലിച്ചിട്ട് തല്ല് കൊന്നാ മതിയായിരുന്നു, എന്നിട്ട് ഇവിടെ കിടന്നാലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ മനോഹറും ഇങ്ങനെ വിചാരിക്കാണ്. അപ്പോഴേക്കും വിക്രവും രാഹുലും അത് മനോഹരോട് ചോദിക്കണ്ട, എന്താടാ ഗംഗ ഇവിടുന്ന് പുറത്തു പോയത്, നിനക്ക് ഒട്ടും ഇഷ്ടമില്ലെന്ന് തോന്നണം. നിന്റെ ഇപ്പത്തെ നിന്റെ മോളെ സംരക്ഷിക്കുന്ന കിരണും കല്യാണിക്ക് അപകടം പറ്റുന്നിട്ട് വിഷമമാണോടാ നിനക്ക്? എന്തായാലും നീ ഉറപ്പിച്ചോടാ, കിരണും കല്യാണിയൊക്കെ മരിക്കാൻ പോകുവാടാ. അതിനെ വേണ്ടിയാണ് ഗംഗ ഇവിടുന്ന് പുറത്തേക്ക് പോയത്. എത്രയും പെട്ടെന്ന് നിനക്ക് മരണവാർത്ത കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഇരിക്കാട്ടോ. സന്തോഷം പങ്കുവെക്കുകയാണ് രാഹുലും അതുപോലെ തന്നെ വിക്രവും കൂടിയിട്ട്. മനോഹരനതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുവാണ്. എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളി ഭാഗം തന്നെയാട്ടോ വരാൻ പോണത്. പ്രൊമോയിൽ ഇത്ര മാത്രമേ കാണിച്ചുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.